അങ്ങനെ നമ്മൾ വാദി ഷൗക്കയിലെ സ്റ്റെപ്സ് കയറാൻ തുടങ്ങിയിരിക്കുകയാണ്. എൻ്റെ കസിൻസ് ആവേശത്തോടെ ആദ്യമേ കയറുകയാണ്. നമ്മളിതാ പുറകെ വരുന്നുണ്ട്. നമ്മൾ തുടങ്ങുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് തുടങ്ങി. എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് അറിഞ്ഞൂടാ. എന്നിരുന്നാലും മുകളിലെത്തുന്നത് വരെ എനിക്കിതിന് വിശ്രമമില്ല. ഇങ്ങനെ വാദി ഷൗക്കയിൽ വെച്ച് നമ്മൾ 2-3 ഫ്രണ്ട്സിനെ കണ്ടിരിക്കുകയാണ്. നമ്മളെ ഫോളോവേഴ്സാണ്. ഓക്കെ, supporting his channel. Good. Thank you. Your name? Suresh. आपका नाम? मेरा नाम शुभम. शुभम. Okay. I'm from India. From India. Which state? Rajasthan. Up? Soeb. Country? India. Which state? Maharashtra. Bhai. आपका? Okay. Thank you. Yeah. അയ്യോ, നമ്മൾ ഏകദേശം ഇതിൻ്റെ മുകളിലെത്തി. ഞാനും ഡർവിഷും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം താഴെ വെച്ച് പത്തി ഉണങ്ങി. ഇത്രയും ഹൈറ്റിലെത്തി. ഇതൊരു നല്ല ട്രയലാണ്. ഒരു 500 മീറ്ററിലധികം ഉണ്ട് ഈ ട്രയൽ. ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 500 സ്റ്റെപ്പെങ്കിലും ഉണ്ടാവും. പക്ഷേ ഒരു റിഫ്രഷിംഗ് ആണ്. മുകളിലുള്ള വ്യൂ സൂപ്പറാണ്. ഒരു ഈവനിങ് ടൈമിൽ തന്നെ വരണം. ആ സൺസെറ്റ് എന്ന് പറയുന്ന ആ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് നമുക്കത് അനുഭവിച്ച് തന്നെ കാണണം. ചുറ്റും പർവ്വതങ്ങളും അതുപോലെ തന്നെ ചെറിയ കോടയും ഒക്കെയാണ്. ചെറിയ കാറ്റുണ്ട്. വലിയൊരു ഫ്ലാഗ് ഉണ്ട് എൻ്റെ മുകളിൽ. ബാക്കിയൊക്കെ നമുക്ക് മുകളിൽ ചെലുത്തിലാണ്. ഓക്കെ അല്ലേ? ആയിരത്തി കൊടുത്ത് വരില്ലേ? 500 മീറ്റർ ഉണ്ട്. ഇങ്ങനെ ഫിനിഷിംഗ് പോയിന്റിലെത്തി. നമ്മളെ കൂടെ വന്ന 5 പേരിൽ 2 പേര് മാത്രമേ ഉള്ളൂ. അതിൽ ഡർവിഷ് ആദ്യം എത്തി, രണ്ടാമത് ഞാൻ എത്തി. ഇനി ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഒരു രക്ഷയില്ല. നോക്കി, ഡാം കണ്ട ഇത്രയും ഹൈറ്റിന് മുകളിലാണ് എത്തിയിരിക്കുന്നത്. അടിപൊളി വ്യൂ. കിതക്കുന്നുണ്ട് കേട്ടോ. സ്റ്റെപ്പ് കയറിയുണ്ട്. അടിപൊളി സൺസെറ്റ് ആയിരിക്കും. ചൗക്ക ഡാം കാണാം. കുറേ പേരെത്തിയിട്ടുണ്ട്. മുകളിലെത്തിയ ചുരുക്കം കുറച്ച് ആൾക്കാരാണ്. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. ഇത്രയും മുകളിലെത്തി. ഇതാണ് ഫിനിഷിംഗ് പോയിന്റ്. ഫിനിഷിംഗ് പോയിന്റിലാണ് ഫ്ലാഗ് വെച്ചേക്കുന്നത്. ഇനി ഇറങ്ങിയാണ്. നമ്മൾ എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് നേരത്തെ പറയാമെന്ന് പറഞ്ഞിരുന്നു. ഡർവിഷാണ് സ്റ്റെപ്പ് ഉണ്ടെന്ന്.
സൺറൈസ് കഴിഞ്ഞു. ഇതാ കണ്ട സൂര്യൻ മറഞ്ഞിരിക്കുന്നു, ഇരുട്ടി തുടങ്ങി. ഇന്ന് നമ്മൾ ഇനി നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെപ്പ് എണ്ണിയിട്ടില്ല. അപ്പം ഈ സ്റ്റെപ്പ് എണ്ണി താഴോട്ട് ഇറങ്ങാനുള്ള തീരുമാനമാണ്. അപ്പോൾ ഡെർവിഷ് സ്റ്റെപ്പ് എണ്ണാനായിട്ട് പോകുന്നുണ്ട്. സ്റ്റെപ്പ് എണ്ണി എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് ലാസ്റ്റ് പറയാം. എണ്ണൂറ്റമ്പത്തഞ്ച് സ്റ്റെപ്പ് ഓൾറെഡി ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. ഏകദേശം തീരാറായി. ഇപ്പം തന്നെ 1000 സ്റ്റെപ്പായി. അപ്പോൾ ഇപ്പോൾ ഇത്രയും നോക്കുകയാണെങ്കിൽ ഒരു 1100 സ്റ്റെപ്പ് വരും, 1200 സ്റ്റെപ്പ് വരും. 1200 സ്റ്റെപ്പ് കറക്റ്റുണ്ട്. ലാസ്റ്റ് എത്തിയിട്ട് പറഞ്ഞുതരാം. അഞ്ച് പേര് മല കയറാൻ വന്നു. അതിൽ 2 പേര് കയറി. അതിൽ മല കയറാൻ വന്നതിൽ എൻ്റെ കസിന് പകുതിയിൽ വെച്ച് ഒരു സ്ഥലം കണ്ട് അങ്ങ് ഇരുപ്പായി. പിന്നെ അവിടെ നിന്ന് എണീറ്റിട്ടില്ല കേട്ടെ. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. അറ്റാക്ക് വരുന്നുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അത് 2 പേരും ഒരേപോലെ പറഞ്ഞാണ്, അതാണ് പ്രശ്നം. ഇപ്പോൾ ഒരാളാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, ഇപ്പോൾ 2 പേരും ഒരേപോലെ പറഞ്ഞ് അറ്റാക്ക് പറഞ്ഞത്. അങ്ങനെ നമ്മളെ ദൗത്യം പൂർത്തീകരിച്ച് നമ്മൾ ലാസ്റ്റ് എത്തി. 1100 സ്റ്റെപ്പുണ്ട് ഇത് മൊത്തം. വല്ലാത്ത ടാസ്ക്കാണ്, പക്ഷേ മുകളിൽ എത്തിക്കഴിഞ്ഞാലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വ്യൂ ആണ്. ട്രക്കിങ്ങിനെ കുറിച്ച് പെങ്കിക്ക് എന്താണ് പറയാനുള്ളത്? പകുതിയിൽ വെച്ച് നിന്ന് പോയതിൻ്റെ സങ്കടമാണ് ആ കാണുന്നത്. 705 തെറ്റി മുകളിൽ സ്റ്റെപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയുള്ളത് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. 855 സ്റ്റെപ്പിലേക്ക് കൊത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചിട്ടോ. നമ്മളുടെ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും വീഡിയോ കാണുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.